അറിയിച്ചു. ACC ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് അന്വേഷണ വിധേയമായി മാറ്റി നിർത്തിയിട്ടുണ്ട്. വെൺതുരുത്തി കേരളം. സംസ്ഥാനത്ത് ഉയർന്ന താപനില തുടരുന്നു. വയനാട് ഇടുക്കി ജില്ലകളിലൊഴികെ മറ്റെല്ലായിടങ്ങളിലും യെല്ലോ അലർട്ടാണ്. പത്തൊമ്പതാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി വരെയും ചൂട് ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചയിൽ കോൺഗ്രസിൽ തർക്കങ്ങളും. മുഖ്യമന്ത്രി ചർച്ചയിൽ തന്റെ അതൃപ്തി KPCC അധ്യക്ഷനെതിരെ പ്രകടിപ്പിച്ചു. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് പറ്റിയ സമയമല്ലായിരുന്നെന്ന് പറഞ്ഞ KC വേണുഗോപാൽ പക്ഷേ K സുധാകരനെ തള്ളി പറഞ്ഞില്ല. ചർച്ചയിൽ വിമർശനമാക്കിയ മുരളീധരനും രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കോൺഗ്രസിൽ ആരംഭിച്ചതാണ് മുഖ്യമന്ത്രി ചർച്ച. താൻ പരസ്യ പ്രതികരണങ്ങളിലേക്കും പിന്തുണയിലേക്കും കാര്യങ്ങൾ എത്തിയതാണ് തർക്കം രൂക്ഷമാകാൻ കാരണം. കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവും MP-യുമായ K സുധാകരൻ KC വേണുഗോപാലിനെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ കമന്റായി തന്നെ കോൺഗ്രസിലെ തർക്കം പ്രകടമായിരുന്നു. കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയിൽ കടുത്ത അതൃപ്തിയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി ചർച്ച നടത്തേണ്ട സമയമല്ല ഇത് എന്നതാണ് KC വേണുഗോപാലിന്റെ നിലപാട്. എന്നാൽ പ്രതികരണത്തിൽ KCയെ പിന്തുണച്ച് പോസ്റ്റിട്ട K സുധാകരനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരം ചർച്ചകളിലൂടെ കോൺഗ്രസ് പൊതുജനങ്ങൾക്കിടയിൽ അപഹാസ്യരാകും എന്നുള്ള മുന്നറിയിപ്പാണ് K മുരളീധരൻ നൽകുന്നത്. തന്ത്രപരമായ നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ആരെയും കുറ്റപ്പെടുത്താനോ തന്നെ അനുകൂലിക്കുന്നവരെ തള്ളിപ്പറയാനോ തയ്യാറായിട്ടില്ല. അതേസമയം കൂടുതൽ നേതാക്കൾ മുഖ്യമന്ത്രി ചർച്ചയിൽ ഓരോ നേതാക്കൾക്കും പിന്തുണയുമായി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കോൺഗ്രസിനുള്ളിൽ തർക്കം സൂക്ഷിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട്. പരസ്യ പ്രതികരണവുമായി നേതാക്കൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ AICC അടക്കം വിഷയത്തിൽ അടിയന്തരമായി ഇടപെടും എന്നാണ് സൂചന. കൈരളിക്കും തിരുവനന്തപുരം. KC വേണുഗോപാലിനെ പുകഴ്ത്തിയുള്ള സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസിനെ പരിഹസിച്ച ഡോക്ടർ ജോസ് കാന്തറ്റി കോൺഗ്രസിലെ നേതൃത്വമായ KC വേണുഗോപാലിന് ദേശീയതലത്തിൽ നഷ്ടമുണ്ടാക്കിയിരുന്നു. ഇതിന് ആവശ്യമായ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേട്ടിട്ടുണ്ടെന്നും ജോബ് ഡോക്ടറെ പറഞ്ഞു. അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ തന്നെ തുടർന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന സാഹചര്യം തുടർന്ന് ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യ സഖ്യകക്ഷിയായ കോൺഗ്രസിന് ഒരു ഫോറം ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ
നൽകുന്നത് വീഴ്ചപ്പെടുത്തിയതാണ് പരാതി. എ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ രമേശ് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചതിനെ ഭീഷണി. യൂത്ത് കോൺഗ്രസ് മലപ്പുറം മണ്ഡലം സെക്രട്ടറി R.M. ശ്രീറാം ഇത് ഡി.ജി.പിക്കും ആലുവ റൂറൽ എസ്.പിക്കും പരാതി നൽകി. എ.സി. വേണുഗോപാലിന്റെ പിന്തുണച്ചുകൊണ്ടുള്ള കെ. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം സെക്രട്ടറി ആരോപണം പങ്കുവച്ചിരുന്നു. ഇതിന് താഴെയാണ് ഭീഷണി കമന്റെത്തിയത്. അനുവാദവും ഫേസ്ബുക്ക് എന്നീ പേരുകളിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഭീഷണി കമന്റ് വന്നിരിക്കുന്നത്. വി.ഡി. സതീശന്റെ ഓഫീസിൽ അദ്ദേഹം പോകുന്നതെന്നാണ് തച്ചതെന്നാണ് ഭീഷണി. ആരോപിന്റെ മോശം ഭാഷയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫാണ് ഇതിനെതിരെന്നാണ് ആരോപിന്റെ ആരോപണം. വ്യാജ ഐഡിയുടെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിനോട് തന്നെ ലക്ഷ്യപ്പെടുത്തിയെന്നും നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആരോപണം ഡി.ജി.പിക്കും ആലുവ റൂറൽ എസ്.പിക്കും പരാതി നൽകി. പരാതിക്കാരൻ മൊഴിയെടുത്ത ശേഷം കേസെടുത്ത് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. SSLC പരീക്ഷാ ഫലം മെയ് 3 പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചതായി അറിയിച്ചു. ഹയർ സെക്കൻഡറി ഫലം മെയ് 25 പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയിൽ അസൈൻമെന്റ് പരാതി പരിഹാര സെല്ലുകൾ കാര്യക്ഷമമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. SSLC മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് 2026 ഏപ്രിൽ 16 തുടക്കമായി. മെയ് 2 വരെ സംസ്ഥാനത്തെ 72 ക്യാമ്പുകളിലേക്ക് നടക്കുന്ന മൂല്യനിർണ്ണയത്തിൽ ഉദ്യോഗസ്ഥരടക്കം 12,000 അധ്യാപകരും ജീവനക്കാരും പങ്കെടുക്കും. സ്റ്റാഫ് നടപടികൾ പൂർത്തിയാക്കി മെയ് 3 വരെ SSLC പരീക്ഷാഫലം പ്രസിദ്ധപ്പെടുത്തുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി അറിയിച്ചു. SSLC മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 2 വരെ സംസ്ഥാനത്തെ 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി നടക്കും. മൂല്യനിർണ്ണയ ക്യാമ്പ് ഉദ്യോഗസ്ഥന്മാരടക്കം 12,000 അധ്യാപകരും ജീവനക്കാരും മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ക്യാമ്പുകളിൽ നടപടികൾ പൂർത്തിയാക്കി മെയ് 3 വരെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കും. 2026 മാർച്ച് മാസത്തിൽ നടന്ന ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഏപ്രിൽ 16 ആരംഭിച്ച് മെയ് 25 ഫലം പ്രഖ്യാപനം നടത്താൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ അസൈൻമെന്റ് പരാതി പരിഹാര സെല്ലുകൾ കാര്യക്ഷമമാക്കും. ഇത് ഉന്നത വിദ്യാഭ്യാസത്തിൽ 80% വരെ ഉയർത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഇത് 20%. പലപ്പോഴും അധ്യാപകരെങ്കിലും ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാതെയാണ് മാർക്കുകൾ നൽകുന്നതെന്ന് മന്ത്രി വിമർശിച്ചു. ഇന്ത്യയുടെ മാർക്ക് ചില അൺഎയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ നിർബന്ധിത അവധിക്കാല ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായി അറിഞ്ഞിട്ടുണ്ട്. ഉയരുന്ന സ്കൂൾ ക്ലാസുകൾ നടത്തുന്നതിന് അൺഎയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകൾ വിജയിക്കണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ചു. രജിസ്ട്രേഷൻ സമയത്ത് വിദ്യാർത്ഥികളെ കോഡ് രേഖപ്പെടുത്തിയത് സ്കൂളിൽ വന്ന പിഴവാണ് പ്രശ്നത്തിന് കാരണമായത്.